ഹലോ എവരിവൺ, വെൽക്കം ടു ക്രിസ്പർ ലേൺ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത സെയിം പേപ്പർ, അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ വരിക. 2017 തൊട്ട് 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അതിൽ പല ക്വസ്റ്റ്യൻസും പല പേപ്പേഴ്സും നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. ആൻഡ് ഫുൾ പേപ്പേഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 199 199 രൂപ മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു പോർട്ടലിലേക്ക് എത്തും. അവിടെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് 2022 വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത പേപ്പറാണ്. സോ 2022 പേപ്പർ അറ്റംപ്റ്റ് നൗ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ജനറൽ ഇൻസ്ട്രക്ഷൻസിൽ നമ്മൾ ഇവിടെ ടിക്ക് ചെയ്യുക ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഭാഗം നമ്മൾ കൊടുക്കുക. സോ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുള്ളത്, ഇൻ എ ക്രോസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് ജീനോടൈപ്പ് ക്യാപിറ്റൽ P, സ്മോൾ p, ക്യാപിറ്റൽ Q, capital Q, capital R, small r, capital S, and small p, small q, capital R, small r, capital S. What will be the expected number of progenies with the genotype? ഈ കുട്ടി ഉണ്ടാവാനുള്ള സാധ്യത small p, capital Q, capital R, small r, capital S in a population of 400 individuals assuming independent assortment ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മളുടെ ജെനറ്റിക്സ് 1-ൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ട പ്രോജനി എന്ന് പറയുന്നത്, എക്സ്പെക്റ്റഡ് നമുക്ക് നോക്കുന്ന പ്രോജനി എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ p, capital Q, capital R, small r, capital S. ശരിയല്ലേ? അപ്പൊ നമുക്കറിയാം നമ്മള് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അല്ലെ? അപ്പൊ അവിടെ ഒരു ജീനിന് തന്നെ 2 അല്ലീൽസ്, നമ്മൾ ഡിപ്ലോയിഡ് ഓർഗാനിസം ആയതുകൊണ്ട് 2 സെറ്റ്സ് ഓഫ് ജീൻസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. ശരിയാണല്ലോ? സോ സ്മോൾ പി എന്ന് പറഞ്ഞാൽ സ്മോൾ പി തരുന്ന ഒരു പാരന്റും വേണം, സ്മോൾ പി തരുന്ന അതർ പാരന്റും വേണം. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ക്യാപിറ്റൽ സ്മോൾ പി, ഈ പാരന്റിന് സ്മോൾ പി ഉണ്ട് ആൻഡ് ഈ പാരന്റിനും സ്മോൾ പി ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പാരന്റിനെയും കൂടെ എഴുതാം. എന്താ പാരന്റ് എന്ന് പറയുന്നത്? ഒരാള് ക്യാപിറ്റൽ പി, സ്മോൾ പി, ക്യാപിറ്റൽ Q, ക്യാപിറ്റൽ R, സ്മോൾ r, ക്യാപിറ്റൽ S. ഓക്കെ, ഇനി അടുത്ത പാരന്റ് എന്ന് പറയുന്നത് എന്താ? സ്മോൾ p, സ്മോൾ q, ക്യാപിറ്റൽ R, സ്മോൾ r, ക്യാപിറ്റൽ S. ഇതാണ് പാരന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു സ്മോൾ p വേണമെങ്കിൽ ഈ പാരന്റിന്റെ സ്മോൾ p ഉണ്ടാവണം, അതുണ്ട്. ശരിയല്ലേ? ഈ സ്മോൾ പി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്മോൾ പി ഉണ്ടായിരിക്കണം, അതും ഉണ്ട്. ശരിയാണ്. അപ്പൊ ഈ സ്മോൾ പി എന്ന് പറയുന്നത് പോസിബിൾ ആണ്, നോ പ്രോബ്ലം. യെസ്. ഇനി നോക്ക്, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ Q ആണ് പ്രോജനിയിൽ വരേണ്ടത്. അപ്പം ഈ പാരന്റിൽ ഒരു ക്യാപിറ്റൽ Q ഉണ്ടായിരിക്കണം. ശരിയാണ്, ഈ ക്യാപിറ്റൽ Q ഈ പാരന്റിൽ നിന്നാണ്, നോ പ്രോബ്ലം. ഈ പാരന്റിന് ഒരു ക്യാപിറ്റൽ Q ഉണ്ടായിരിക്കണം. നിങ്ങൾ നോക്കടാ, ഈ പാരന്റിന് കൊടുക്കാൻ ഒരു ക്യാപിറ്റൽ Q ഇല്ല. അപ്പൊ ഇയാൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രോജനി പോസിബിൾ ആണോ? അല്ല. ക്യാപിറ്റൽ Q ഉള്ള പ്രോജനി ഉണ്ടായിരിക്കില്ല. സോ ദിസ് പ്രോജനി ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ 400 ഇൻഡിവിജ്വൽസിൽ ഇതുപോലത്തെ ഒരു പ്രോജനിയും ഉണ്ടായിരിക്കില്ല. 0 ആണ് ഉത്തരം വരുന്നത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. അല്ലേ? ലോജിക്കൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് PCR-ൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസ് ഓപ്പോസിറ്റ് ടു DNA റെപ്ലിക്കേഷൻ വിത്തിൻ ദ സെൽ, ഒരു സെല്ലിന്റെ DNA റെപ്ലിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുകയാണ് എങ്കിൽ
discontinuous synthesis of DNA does not occur in polymerase chain reaction. PCR-ലെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള സിന്തസിസ് നടക്കൂല എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് അറിയുന്ന കാര്യമാണ്, ഒരു സെല്ലിന്റെ അകത്ത് നടക്കുന്ന ഇൻസൈഡ് ഒരു സെല്ലിന്റെ അകത്ത് നടക്കുന്ന DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ഒറി ഫോം ചെയ്യും. ഒരു ഒറി ഫോം ചെയ്തിട്ടാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? ഇവിടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡുകളായിട്ട് ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? ഒരു ലീഡിങ് സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും, ഒരു ലാഗിങ് സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഓരോ സ്ട്രാൻഡിനും കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു DNA സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സ്ട്രാൻഡ് കണ്ടിന്യൂസ്ലി സിന്തസൈസിങ് സ്ട്രാൻഡ് ആയിരിക്കും. ഇപ്പൊ ഞാൻ വരച്ചതാണ് ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. കാരണം എന്താ? ഈ ഹെലിക്കേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ മൂവ്മെന്റ് ഈ ഡയറക്ഷനിലാണ്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് പോകുന്ന ആൾ എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റ് DNA കാളുടെ ഒക്കാസാക്കി ഫ്രാഗ്മെന്റുകൾ ഉണ്ടാവുക. പിന്നെ അത് DNA ലൈഗേസ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ DNA പോളിമറൈസ് എൻസൈം, DNA സിന്തസൈസ് ചെയ്യുന്ന DNA പോളിമറൈസ് എൻസൈം ഇല്ലേ, അയാള് 5' to 3' ഡയറക്ഷനിൽ മാത്രമേ DNA സിന്തസിസ് നടത്തുള്ളൂ. അപ്പൊ നോക്ക്, ഇയാള് ഇവിടെ 5' to 3' ഡയറക്ഷനിൽ ആണ് നടത്തുന്നത്. ഇവിടെ എന്ന് പറയുന്നത് 3' ആണ്, ഇവിടെ 5' ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3' ആണ്, ഇവിടെ 5' ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിന്തസിസ് എന്ന് പറയുന്നത് 5' to 3' ആണ്. സോ ഇയാള് ഈ DNA പോളിമറൈസ് ഇൻ അവർ സെൽ ഓൺലി സിന്തസൈസ് DNA ഇൻ ദ ഡയറക്ഷൻ 5' to 3' ഡയറക്ഷൻ. ഈ ഓപ്പോസിറ്റ് മൂവ് ചെയ്യുന്ന സ്ട്രാൻഡും 5' to 3' ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ് മൂവ് ചെയ്യുന്നത്. നോക്ക്, ഈ സ്ട്രാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് മൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ PCR-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു DNA ഫ്രാഗ്മെന്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് PCR-ന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഡീനാച്ചുറേഷൻ ആണ് അല്ലെ? 2 സ്ട്രാൻഡുകൾ സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത് ഇവിടെ അനലോഗസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് അനലോഗസ് ആണ്? റെപ്ലിക്കേഷൻ ഫോർക്കിന് അനലോഗസ് ആണ്. അപ്പൊ റെപ്ലിക്കേഷൻ ഫോർക്ക് ഇവിടെ ഉണ്ടാവേണ്ട ആവശ്യം വേണ്ട. കാരണം ഹൈ ടെമ്പറേച്ചറിൽ 2 സ്ട്രാൻഡ് ഓഫ് DNA സെപ്പറേറ്റ് ചെയ്യാണ്, ഡീനാച്ചുറേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ 5' ആയിരിക്കും, ഇവിടെ 3' ആയിരിക്കും, ഇവിടെ 3' ആയിരിക്കും, ഇവിടെ 5' ആയിരിക്കും എന്ന് വിചാരിച്ചോ. ഇനി ഈ PCR-ല് ഇവിടെ 5' to 3' എൻഡില് 5' to 3' എൻഡില് ടാക്ക് പോളിമറൈസ് വന്നിട്ട് പുതിയ DNA സിന്തസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഏത് ഡയറക്ഷനിൽ തന്നെയാണ്? 5' to 3' ഡയറക്ഷനിൽ. ഇനി അതർ സ്ട്രാൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 5' to 3' ഡയറക്ഷനിൽ ഈ ഡയറക്ഷനിൽ ആര് സിന്തസൈസ് ചെയ്യാണ്? ടാക്ക് പോളിമറൈസ് എന്ന് പറഞ്ഞ് നമ്മൾ PCR-ൽ ഉപയോഗിക്കുന്ന DNA പോളിമറൈസ് ആയിട്ടുള്ള ടാക്ക് പോളിമറൈസ് എൻസൈം ഇൻ PCR കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്യാണ്. കാരണം എന്താ? ഇവിടെ ഒരു റെപ്ലിക്കേഷൻ ഫോർക്കിൽ വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെ ഈ സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനിലും ഈ സ്ട്രാൻഡും 5' to 3' ഡയറക്ഷനിൽ തന്നെയാണ് 2 സ്ട്രാൻഡുകളും കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡുകളാണ്. കാരണം റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ ഒരു മൂവ്മെന്റ് ഇവിടെ വരുന്നില്ല. ഡീനാച്ചുറേഷൻ കംപ്ലീറ്റ്ലി 2 സ്ട്രാൻഡുകളായിട്ട് മാറ്റിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ വായിച്ചു നോക്കാം. ഡീനാച്ചുറേഷൻ സ്റ്റെപ്പ് ഇൻ PCR. Substitute the replication fork and tack polymerase extends DNA only in 5' to 3' direction. ശരിയല്ലേ? കറക്റ്റ് ആണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. ഞാൻ ഓപ്ഷൻ എ സെലക്ട് ചെയ്തു. ഇനി മറ്റൊന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം. The replication fork is formed and tack polymerase extends DNA in both 3' to 5' and 5' to 3' direction. തെറ്റാണ്. യെസ്, ഒറ്റ ഡയറക്ഷനിലെ ടാക്ക് പോളിമറൈസും വർക്ക് ചെയ്യുള്ളൂ. ഡീനാച്ചുറേഷൻ സ്റ്റെപ്സ് ഇൻ PCR
substitutes for the replication fork ശരിയാണ്. and Taq polymerase extends DNA in 3' to 5'. 3' to 5' എന്ന് പറയുന്നത് തെറ്റാണ്. ഓപ്ഷൻ ഡി നമുക്ക് നോക്കാം. the replication fork is formed and DNA ligase activity of the Taq polymerase joins the discontinuous fragments. അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. അവിടെ ഡിസ്കണ്ടിന്യൂസ് ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവുന്നേ ഇല്ല. ശരിയല്ലേ? സോ ഓപ്ഷൻ എ ആണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് നമ്മുടെ എവല്യൂഷൻ എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 9% ഓഫ് പോപ്പുലേഷൻ കനോട്ട് ടേസ്റ്റ് എ സർട്ടൈൻ ഫുഡ് ഐറ്റം ബിക്കോസ് ഓഫ് റെസസീവ് അല്ലീൽ ഓഫ് ദ ജീൻ IAT. അപ്പം നമ്മളുടെ IAT എന്നാണ് ഈ ജീനിന്റെ പേര്. എന്താണ് ജീനിന്റെ പേര്? ജീൻ ടേസ്റ്റ് സെൻസിങ് ജീൻ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് സെൻസിങ് ജീൻ, ടേസ്റ്റ് അറിയുന്ന ജീനിന്റെ പേരാണ് IAT. ക്ലിയർ അല്ലേ? Assuming the population is in Hardy-Weinberg equilibrium, what will be the frequency of dominant and recessive alleles എന്നാണ് ചോദിച്ചത്. ഞാൻ ഇവിടെ ഈ നമ്മളുടെ IAT എന്ന് പറയുന്ന ഈ ജീനിന് 2 അല്ലീൽ ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 അല്ലീൽ ഉണ്ട്. എ എന്ന് പറയുന്ന ഡോമിനന്റ് അല്ലീലും ഉണ്ട്, ആൻഡ് സ്മോൾ എ എന്ന് പറയുന്ന റെസസീവ് അല്ലീലും ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 9% ഓഫ് ദ പോപ്പുലേഷൻ കനോട്ട് ടേസ്റ്റ് എ സർട്ടൈൻ ഫുഡ്. 9% ആളുകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അറിയില്ല, കാരണം അവര് റെസസീവ് അല്ലീലാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് നോക്കടാ, സ്മോൾ എ എന്ന് പറയുന്ന റെസസീവ് ആയിട്ടുള്ള ഈ ഹോമോസൈഗസ് റെസസീവ് ഇൻഡിവിജ്വൽസിന് എന്തറിയില്ല? കനോട്ട് ടേസ്റ്റ് ഫുഡ്. ദേ കനോട്ട് ടേസ്റ്റ് എ സ്പെസിഫിക് ഫുഡ്. ഓക്കെ, അത് എത്ര പെർസെന്റേജ് ആളുകളാന്നാ പറഞ്ഞത്? അത് 9% എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് പെർസെന്റേജിനെ നമ്മൾ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുക? എങ്ങനെയാ ഫ്രീക്വൻസിനെ കൺവേർട്ട് ചെയ്യുക? നോക്കടാ, ഫ്രീക്വൻസി ഇൻറ്റു 100നെയാണ് നമ്മൾ പേഴ്സൻറ്റേജ് എന്ന് വിളിക്കുന്നത്. ഫ്രീക്വൻസി ഇൻറ്റു 100നെയാണ് നമ്മൾ പേഴ്സൻറ്റേജ് എന്ന് വിളിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്ക്. ഇനി അപ്പൊ നമുക്ക് കാണേണ്ടത് 9% എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫ്രീക്വൻസി എന്നാണ്. സോ ഫ്രീക്വൻസി വിൽ ബി പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100, അതായത് 0.09 ആണ്. സോ സ്മോൾ എ എന്ന് പറയുന്ന ടേസ്റ്റ് അറിയാത്ത ഈ ആളുകളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0.09 ആണ്. അപ്പൊ നമുക്ക് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? p² പ്ലസ് 2pq പ്ലസ് q² ഈക്വൽ ടു 1. അതില് p² represents frequency of homozygous dominant individuals. Frequency of homozygous dominant individuals. 2pq represents frequency of heterozygous individuals, and q² represents frequency of homozygous recessive individuals. അതായത് ഇയാളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആരാണ്? q² ആണ്. സോ നമുക്ക് എഴുതാൻ പറ്റും q²നെയാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ 0.09 എന്നുള്ളത്. സോ വി ഹാവ് q ഈക്വൽ ടു 0.3. അപ്പൊ നമുക്ക് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഒരു കാര്യം അറിയാം, പിയും ക്യൂവും കൂടെ ചേർത്താൽ 1 ആണ് കിട്ടുക. സോ p will be equal to 1 minus q, that is p will be equal to 1 minus 0.03, that is 0.7. അപ്പൊ നമുക്ക് 2 വാല്യൂ കിട്ടി. എന്താണ്? p will be equal to 0.7 and q will be equal to 0.3. അപ്പം എന്താ p എന്ന് പറഞ്ഞാല്? p എന്ന് പറയുന്നത് ഡോമിനന്റ് അല്ലീലിന്റെ ഫ്രീക്വൻസി. എന്താ q എന്ന് പറഞ്ഞാല്? റെസസീവ് അല്ലീലിന്റെ ഫ്രീക്വൻസി. സോ നമ്മളോട് ചോദിച്ചത് എന്താണ്? വാട്ട് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് ഡോമിനന്റ്?
dominant എന്ന് പറഞ്ഞാൽ എത്രയാ 0.7 and recessive alleles respectively. So 0.7 and 0.3, that is option D. അടിപൊളിയായിട്ടുള്ള ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡ്യൂറിങ് COVID-19 പാൻഡമിക്, ഇതൊരു ജനറൽ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കി 2022 വന്ന ക്വസ്റ്റ്യൻ ആണ്. SARS-CoV-2 virus mutated multiple times giving rise to many variants. What is the genetic material of SARS-CoV-2 virus എന്നാണ് ചോദിച്ചത്. So it is ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA വൈറസ് ആണ്. സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണ് SARS-CoV-2, നമ്മുടെ കൊറോണ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനറൽ ഇൻഫർമേഷൻ ആണ്. നമുക്ക് എങ്ങനെ മനസ്സിലായി RNA എന്ന്? ഹൈലി മ്യൂട്ടേഷൻ സംഭവിക്കുന്ന ഒരു വൈറസ് ആണ്. ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേരിയൻസ് ആ സമയത്ത് ഇറങ്ങിയിട്ടില്ലായിരുന്നോ? അപ്പൊ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയയും കൂടെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി osmoreceptors are sensitive to changes in ionic concentrations and volume of body fluid. നമ്മളുടെ ബോഡി ഫ്ലൂയിഡ്, ബ്ലഡിന്റെ വോളിയത്തിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചുകൾ ഓസ്മോറിസെപ്റ്റേഴ്സ് ഇൻ ഹൈപ്പോതലാമസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. വിച്ച് among the following best describes the function of these osmoreceptors? എന്തെങ്കിലും ചേഞ്ച് ഡിറ്റക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ആന്റി ഡൈയൂററ്റിക് ഹോർമോൺസ് റിലീസ് ചെയ്യിപ്പിക്കും. അതാണ് ചെയ്യുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അത് ഏത് ഓപ്ഷനാണ് വരുന്നതെന്ന് നോക്കുകയാണ്. ഓസ്മോറിസെപ്റ്റേഴ്സ്, ദേ സ്റ്റിമുലേറ്റ് hypothalamus to facilitate release of anti-diuretic hormone and increase water reabsorption എന്നാണ് പറഞ്ഞിട്ടുള്ളത്. So that is option A correct ആണ്. They stimulate pituitary gland to facilitate secretion of mineralocorticoids എന്നാണ്. തെറ്റാണ്. They stimulate atrial wall to release, അത് തെറ്റാണ്. They stimulate renin production, അതും തെറ്റാണ്. സോ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഓപ്ഷൻ എ ടിക്ക് ചെയ്യാം ആൻഡ് ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ താഴത്ത് നമുക്ക് ഒരു സെല്ലുലാർ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗേഴ്സ് കറക്റ്റ്ലി റെപ്രസെന്റ്സ് ദ chemiosmotic hypothesis of ATP synthesis occurring in mitochondrial cell? Keys for the figure. ഈ IMS എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആണ്. ഇത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ ആണ്. IMM ഇതാണ് മൈറ്റോകോൺട്രിയൽ മെട്രിക്സ്. അപ്പൊ ഇതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലൂടെ നമ്മൾ H+ അയോൺസിനെ, പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യുന്നത് എന്താ, എവിടുന്നാണ്? ഫ്രം മെട്രിക്സ്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഫ്രം മെട്രിക്സ് ടു ഇന്നർ മെംബ്രെയിൻ സ്പേസ് ആണ്. ശരിയല്ലേ? ഫ്രം മെട്രിക്സ് ടു ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഇന്നർ മെംബ്രെയിൻ സ്പേസ് അല്ല, ഇന്റർ മെംബ്രെയിൻ സ്പേസ്. മെട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്കാണ് പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യുന്നത്. ശരിയാണല്ലോ? അപ്പൊ അത് രണ്ട് ഓപ്ഷൻസിൽ നമുക്കത് കാണാൻ സാധിക്കും. സിയും ഡിയും എന്തായാലും അല്ല, അത് തെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് എന്തായാലും അല്ല. ഇനി അതിനുശേഷം ഈ പ്രോട്ടോൺസ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. ആൻഡ് ഈ ATP സിന്തേസിന് രണ്ട് സബ് യൂണിറ്റ് ആണ് ഉള്ളത്. ഈ സബ് യൂണിറ്റിന്റെ പേരാണ് F0 അല്ലെ? ഈ മുകളിൽ കാണുന്ന ഈ മെംബ്രെയിനിൽ കാണുന്നതാണ് F0 ആൻഡ് അതിന്റെ താഴത്ത് മെട്രിക്സിലേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ് F1 സബ് യൂണിറ്റ്. ഈ F1 സബ് യൂണിറ്റിന്റെ അകത്ത് വെച്ചിട്ടാണ് ADPയെ ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് ATP ആക്കി മാറ്റുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ F1 സബ് യൂണിറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? അത് മെട്രിക്സിലേക്കാണ് വരേണ്ടത്, അല്ലാതെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്കല്ല. അപ്പൊ എയോ ബിയോ എന്നുള്ളത് ഇവിടെ ATP പ്രൊഡക്ഷൻ നടക്കുന്നത് F1 സബ് യൂണിറ്റ്, അത് മുകളിലാണ് വരച്ചത്, അത് താഴെ മെട്രിക്സിലേക്കാണ് വരയ്ക്കേണ്ടിയിരുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ശരിയല്ലേ? സോ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ,
ഇനി അടുത്തത് ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിംഫിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ലിംഫ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോഡി ഫ്ലൂയിഡ്. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ലിംഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് the interstitial fluid generated by the passage of liquid between the cells of the capillary. Correct ആണ് ലിംഫിനെ കുറിച്ച് പറഞ്ഞ കാര്യം. It is colorless and has similar mineral composition as of plasma. പ്ലാസ്മയിലുള്ള പോലെ തന്നെയാണ് ലിംഫിലുള്ള കോമ്പോസിഷൻ എന്ന് പറയുന്നത്. It remains as interstitial fluid and never put back into circulation. അത് തെറ്റാണ്. കാരണം ഈ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് സർക്കുലേഷനിലേക്ക് വെയിനിലേക്ക് എത്തിയിട്ട് വീണ്ടും പുട്സ് ബാക്ക് അഗെയിൻ ടു സർക്കുലേഷൻ എന്ന് കൃത്യമായിട്ട് നമുക്ക് NCERT-യിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മൾ ക്ലാസ്സിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. ഇനി ഫാറ്റ് ഡൈജസ്റ്റഡ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ഈസ് അബ്സോർബ്ഡ് ത്രൂ ദ ലിംഫ് അല്ലേ. ഫാറ്റ് ലിംഫിലൂടെയാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നും ലിംഫിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇന്റർ ന്യൂറോൺസ് play an important role in execution of spinal cord mediated reflex action. ഇത് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ നമ്മളുടെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ഈ റിഫ്ലക്സ് ആക്ഷനോ അതുപോലെയുള്ള ഇന്റർ ന്യൂറോൺസിന്റെ കാര്യമൊന്നും പഠിക്കാനില്ല. സോ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഔട്ട് ഓഫ് സിലബസ്. പക്ഷേ ഫോർ ദ സേക്ക് ഓഫ് ആൻസറിങ് ദ ക്വസ്റ്റ്യൻ മാത്രം ഞാൻ പറയാം. വേർ ആർ ദ ഇന്റർ ന്യൂറോൺസ് ലൊക്കേറ്റഡ് എന്ന് ചോദിച്ചാൽ ഇന്റർ ന്യൂറോൺസ് നമ്മളുടെ സ്പൈനൽ കോഡിന്റെ ഗ്രേ മാറ്ററിലാണ് ഉള്ളത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ഒരു സിംഗിൾ ജീൻ എക്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ജീൻ ഉണ്ട്. ഇത് ജെനറ്റിക്സ് 1-ൽ നിന്നുള്ള ചോദ്യമാണ്. വളരെ ഈസി ആയിട്ടുള്ള പെരിഫറൽ ആയിട്ടുള്ള ചോദ്യമാണ്. ടിക്ക് ഇട്ട് പോകാനുള്ള കാര്യമേ ഉള്ളൂ. കണ്ടോ, ഈ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ്. ഞാൻ നോട്ട് എഴുതുന്നത് വളരെ കുറവാണ്. അതൊരു മെട്രിക് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി പേപ്പർ ആണിത് അല്ലേ. എ സിംഗിൾ പോയിന്റ് മ്യൂട്ടേഷൻ ഇൻ എക്സ് റിസൾട്ട്സ് ഇൻ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഹൈപ്പർ ടെൻഷൻ ആൻഡ് പാർഷ്യൽ സ്റ്റെറിലിറ്റി. Which among the following phenomenon best explain the observed phenotype? So നമ്മൾ ജെനറ്റിക്സിൽ പഠിക്കുന്ന ഒരു ടേം ആണ് പ്ലിയോട്രോപ്പി എന്ന് പറയുന്ന ടേം. പ്ലിയോട്രോപ്പി എന്താ? പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാല് ഒരു സിംഗിൾ ജീന് ഹാസ് മൾട്ടിപ്പിൾ, ഒരു സിംഗിൾ ജീൻ കൺട്രോൾ മൾട്ടിപ്പിൾ characters, character 1, character 2, character 3 അല്ലേ. ഒരു സിംഗിൾ ജീൻ കൺട്രോൾ മെനി ക്യാരക്ടേഴ്സ്. ഇതിനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയാം. ആ പ്ലിയോട്രോപ്പിക്കുള്ള എക്സാമ്പിളും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മള് ഫിനൈൽ കീറ്റോൺ യൂറിയ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലിയോട്രോപ്പിക് ജീൻ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഈ ഒരു സെയിം സാധനമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ നേരെ ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. എന്താണ്? ഒരു ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മെനി ജീൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ 200-ലധികം ജീനുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഒരു ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മെനി ജീൻസ്. ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അതിന്റെ നേരെ ഇൻവേഴ്സ് ആണ് പ്ലിയോട്രോപ്പി. ഒരു ജീൻ കൺട്രോൾ മെനി ക്യാരക്ടേഴ്സ്. എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ. അപ്പം അതേപോലത്തെ ഒരു ടൈപ്പ് കോണ്ടെക്സ്റ്റ് ആണ് ഇവിടെ തന്നത്. എക്സ് എന്ന് പറയുന്ന ഒരു ജീന്, ആ ജീന് ഡിഫക്റ്റീവ് ആകുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവുന്നുണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്, പാർഷ്യൽ സ്റ്റെറിലിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ ഒരു സിംഗിൾ ജീൻ ഡിഫക്റ്റീവ് ആകുമ്പം മൾട്ടിപ്പിൾ ഇഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ആ സിംഗിൾ ജീനിന് ഒരുപാട് റോളുകൾ ഉണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സിന് അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നല്ലേ അർത്ഥം. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പ്ലിയോട്രോപ്പി. ശരിയല്ലേ? So we are going to the next question. Shown below are some of the reactions that occur in the metabolic pathway leading to complete oxidation of glucose during aerobic respiration. അപ്പം ഒരു എയറോബിക് റെസ്പിറേഷന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ കഴിയുന്നത് എവിടെയാണ്? ക്രെബ്സ് സൈക്കിളിലാണ്. അപ്പൊ ക്രെബ്സ് സൈക്കിൾ വരെയുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ പറയുന്നത്.
അപ്പം ആദ്യം തന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൈറുവേറ്റ് ടു അസറ്റൈൽ കോയയാണ്. പൈറുവേറ്റ് ടു അസറ്റൈൽ കോയ എന്ന് പറയുന്നത് എന്താണ്? പൈറുവേറ്റ് ടു അസറ്റൈൽ കോയ എന്ന് പറയുന്നത് ലിങ്ക് റിയാക്ഷൻ ആണ് അല്ലെ? ലിങ്ക് റിയാക്ഷൻ ആണ്. അപ്പം ഗ്ലൂക്കോസിൽ നിന്നും പൈറുവേറ്റ് ഉണ്ടാവുന്നു. പൈറുവേറ്റിനെ അസറ്റൈൽ കോയയാക്കാൻ വേണ്ടിയിട്ട് മൈറ്റോകോൺട്രിയന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പം അതാണ് ആദ്യം കൊടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ടു ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് DHAP ടു G3P ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്. ഇത് ഗ്ലൈക്കോളിസിസിലുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പം നമ്മളുടെ ആൻസർ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൈറുവേറ്റ് ടു അസറ്റൈൽ കോയയാണ്. അസറ്റൈൽ കോയ. ദിസ് ഈസ് ലിങ്ക് റിയാക്ഷൻ. ഇതിന്റെ പേരാണ് ലിങ്ക് റിയാക്ഷൻ. ശരിയല്ലേ? ലിങ്ക് റിയാക്ഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസിൽ നടക്കുന്ന ഒരു സ്റ്റെപ്പാണ്. ഗ്ലൈക്കോളിസിസിൽ നടക്കുന്ന ഒരു സ്റ്റെപ്പാണ് എന്ത്? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ആളാണ് ഈ അസറ്റൈൽ കോയെ നമ്മള് നേരെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ക്രെബ്സ് സൈക്കിളിലേക്ക് കൊണ്ടുപോകും. ക്രെബ്സ് സൈക്കിളിലേക്ക് കൊണ്ടുപോയിട്ട് ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് ചേർന്നിട്ട് സിട്രിക് ആസിഡ് ഉണ്ടായിരിക്കും. സോ ഈ അസറ്റൈൽ കോയെ എന്ന് പറയുന്ന ലിങ്ക് റിയാക്ഷന്റെ പ്രോഡക്റ്റിനെയാണ് ക്രെബ്സ് സൈക്കിളിലേക്ക് കൊണ്ടുപോകുന്നത്. ആ അസറ്റൈൽ കോയെ കമ്പൈൻസ് വിത്ത് ഓക്സാലോ അസറ്റിക് ആസിഡ് ആൻഡ് ഫോംസ് സിട്രിക് ആസിഡ്, സിട്രേറ്റ്. ഇതെന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ക്രെബ്സ് സൈക്കിൾ ആണ്. ശരിയല്ലേടാ? യെസ്. ഇനി നാലാമത്തെ സ്റ്റെപ്പായിട്ട് എന്താ തന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫ്യൂമറിക് ആസിഡ് ടു മാലിക് ആസിഡ്. ഫ്യൂമറേറ്റ് ടു മാലേറ്റ് എന്ന് പറയുന്നത് എന്താ? ക്രെബ്സ് സൈക്കിളിലുള്ള ഒരു ലേറ്റർ സ്റ്റേജ് ആണ് അല്ലെ? മാലിക് ആസിഡ് ആവും. മാലിക് ആസിഡ് വീണ്ടും പിന്നെ ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പം ലേറ്റർ സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റെപ്പാണ് ലേറ്റർ സ്റ്റെപ്പ് ഓഫ് ക്രെബ്സ് സൈക്കിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം നമ്മള് ചോദ്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെറ്റബോളിക് പാത്വേ ലീഡിങ് ടു കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോളിസിസ് ആണ്. അപ്പൊ ഗ്ലൈക്കോളിസിന്റെ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുമ്പം സെക്കൻഡ് സ്റ്റെപ്പാണ്. ഇതാണ് ആദ്യം വരിക. സെക്കൻഡ് സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസിലെ ഒരു സ്റ്റെപ്പാണ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ടു ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞാൽ പൈറുവേറ്റ് കിട്ടും. പൈറുവേറ്റിനെ ലിങ്ക് റിയാക്ഷൻ വഴിയാണ് എന്തിലേക്ക് എത്തിക്കുന്നത്? അസറ്റൈൽ കോയ ആക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് വരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ അസറ്റൈൽ കോയെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ക്രെബ്സ് സൈക്കിളിലേക്കാണ് പോകുന്നത്. സോ ക്രെബ്സ് സൈക്കിളിന്റെ ഇനീഷ്യൽ സ്റ്റെപ്പാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അത് കഴിഞ്ഞാൽ ക്രെബ്സ് സൈക്കിളിന്റെ അവസാനത്തെ സ്റ്റെപ്പാണ് ഫോർത്ത് സ്റ്റെപ്പ്. സോ ദിസ് വിൽ ബി ദ ആൻസർ. ഇതാണ് ആൻസർ ആയിട്ട് വരിക. സോ നമുക്ക് 2 1 3 4 അല്ലേ? ഗ്ലൈക്കോളിസിസിലെ സ്റ്റെപ്പ് വരും, അത് കഴിഞ്ഞിട്ട് ലിങ്ക് റിയാക്ഷൻ വരും, അത് കഴിഞ്ഞിട്ട് ക്രെബ്സ് സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരും, അത് കഴിഞ്ഞിട്ട് ക്രെബ്സ് സൈക്കിളിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് വരും. അത്രയാണ് നമുക്ക് എഴുതാനുള്ളത്. സോ 2 1 3 4 യെസ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ഇത് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഓക്കെ, സോ നോക്കടാ, ഇവിടെ നമ്മളോട്
ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇത് ജെനറ്റിക്സിൽ ഒരു ചോദ്യമാണ്, പക്ഷെ ബോട്ടണി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്ലാന്റ് അനാട്ടമി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തല കറങ്ങിയ ഒരു ചോദ്യമാണ്. ഓക്കെ, ഇൻ എ ഗിവൺ സ്പീഷീസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ദ കളർ ഓഫ് ദ സീഡ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഡിറ്റർമൈൻഡ് ബൈ ദ കളർ ഓഫ് ഇറ്റ് സീഡ് കോട്ട്. ഓക്കെ, സീഡ് കോട്ടില് ബേസ് ചെയ്ത് മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, സീഡ് കളറ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്ക്ലൂസീവ്ലി ഓൺ സീഡ് കോട്ടാണ് എന്നാണ് നമുക്ക് തന്ന ഗിവൺ ഇൻഫർമേഷൻ. സോ സീഡ് കോട്ടിന്റെ കളർ മാത്രമാണ് സീഡിന്റെ കളർ എന്ന് പറയുന്നത്, വേറെ യാതൊരു വിധ റോളും ഇല്ല. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി സീഡ് കോട്ട് കളർ ഇൻ ദ സ്പീഷീസ് ഈസ് ഗവേൺഡ് ബൈ എ ന്യൂക്ലിയർ ജീൻ വിത്ത് 2 അല്ലീൽ. ക്യാപിറ്റൽ W എന്ന് പറയുന്ന അല്ലീല് ഡോമിനന്റ് ആണ്. ഇറ്റ്സ് കോഡ് ഫോർ വൈറ്റ് കളറാണ്, ഡോമിനന്റ് ആണ്. ഇനി സ്മോൾ w എന്ന് പറയുന്നത് ബ്രൗൺ കളറിനെയാണ് കോഡ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് റെസസീവ്. ഓക്കെ, ഇനി നോക്ക്, ഇനിയാണ് ഇവിടെ എന്താണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഗം വരുന്നത്. നോക്കിക്കോ, കോൺസെപ്ച്വലി എത്ര ചാലഞ്ചിങ് ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കോ. ഇഫ് എ പ്ലാന്റ് വിത്ത് ബ്രൗൺ സീഡ് ഉള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു പ്ലാന്റ് ആയിരിക്കും, സ്മോൾ w ആയിരിക്കും. ഈസ് ക്രോസ്ഡ് ആസ് ഫീമെയിൽ, ഇയാളാണ് നമ്മളുടെ ഫീമെയില് വിത്ത് പോളൻ ഫ്രം എ വൈറ്റ് സീഡ്, ഇയാളെ ക്രോസ് ചെയ്തു ആരുമായിട്ട്, വൈറ്റ് സീഡുമായിട്ട് ക്രോസ് ചെയ്തു. വൈറ്റ് സീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഹോമോസൈഗസ് വൈറ്റ് ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ശരിയല്ലേ? സോ ഇവിടെ വൈറ്റ് സീഡ് എന്നുള്ളത് തന്നിട്ടുണ്ട്. സോ ക്യാപിറ്റൽ W എന്ന് പറയുന്നത് വൈറ്റ് ആണ്, ഡോമിനന്റ് ആണ്. സ്മോൾ w എന്ന് പറയുന്നത് ബ്രൗൺ ആണ്, റെസസീവ് ആണ്. സ്മോൾ w എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. ആൻഡ് ഇയാൾ ഇവിടെ വൈറ്റ് ആയിട്ടുള്ള മെയിലുമായിട്ട് ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ വാട്ട് വിൽ ബി ദ സീഡ് കളർ ആൻഡ് ദ ജീനോടൈപ്പ് ഓഫ് ദ എംബ്രിയോ റിസൾട്ടന്റ് ഇൻ ദ റിസൾട്ടന്റ് സീഡ്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദിസ് ക്രോസ്. അപ്പൊ ഒരു ബോട്ടണിയില് വിവരമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് എന്റെ പോലെ ബോട്ടണി ഒന്നും ഒട്ടും അറിയാത്ത ഒരു ആളാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ എന്ന് വിചാരിക്കും. എന്നിട്ട് എഴുതും, ഈ ആളിൽ നിന്നും വരുന്ന ഗമീറ്റ് സ്മോൾ w മാത്രം, ഈ ആളിൽ നിന്നും വരുന്ന ഗമീറ്റ് ക്യാപിറ്റൽ W മാത്രം. അങ്ങനെ ഉണ്ടാവുന്ന കുട്ടിയാണ് എങ്കിൽ കുട്ടി വിൽ ബി ക്യാപിറ്റൽ W സ്മോൾ w. ഇയാൾ ഡോമിനന്റ് ആയതുകൊണ്ട് ഇയാളുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈറ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ ഉത്തരം എഴുതുക, അല്ലെ? വൈറ്റ് ആയിരിക്കും ആൻഡ് എംബ്രിയോ വിൽ ബി ക്യാപിറ്റൽ W സ്മോൾ w എന്നായിരിക്കും നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പം നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ വൈറ്റ് സീഡ് വിത്ത് ക്യാപിറ്റൽ W സ്മോൾ w എംബ്രിയോ എന്ന് നമ്മൾ എഴുതും. ഓപ്ഷൻ ബി നമ്മൾ എടുക്കും. പക്ഷേ അത് തെറ്റാണ്. ഇത് വൈറ്റ് അല്ല ഇവിടെ ഉത്തരം വരിക. ഇറ്റ് വിൽ നോട്ട് ബി വൈറ്റ്. കാരണം ഇവിടെയാണ് ഒരു ബോട്ടണി ആസ്പെക്റ്റും കൂടെ ഇവിടേക്ക് വരുന്നത്. അപ്പം നമുക്ക് ഇത് ജെനറ്റിക്സുമായിട്ട് നേരെ ബന്ധമുള്ള കാര്യമല്ല. നമ്മുടെ ബോട്ടണിയിൽ പ്ലാന്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള അനാട്ടമി കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. സീഡ് കോട്ടിന്റെ കളറാണ് സീഡിന്റെ കോഡ് എക്സ്ക്ലൂസീവ്ലി എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ശരിയല്ലേ? കളർ ഓഫ് സീഡ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഡിറ്റർമൈൻഡ് ബൈ ദ കളർ ഓഫ് ഇറ്റ്സ് സീഡ് കോട്ട്. അത് തന്നിട്ടുണ്ട്. യെസ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഈ സീഡ് കോട്ട് എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ ഡെവലപ്സ് ഫ്രം ഇന്റഗ്യൂമെന്റ്സ് ഓഫ് ദ ഒവ്യൂളിന്റെ ഇന്റഗ്യൂമെന്റ്സ് എന്നാണ് സീഡ് കോട്ട് എന്ന് പറയുന്ന സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്, വിച്ച് ബിലോങ് ടു ദ മദർ പ്ലാന്റ്. അപ്പൊ അത് മദർ പ്ലാന്റിന്റെ പാർട്ടാണ് എന്ത്, ഈ സീഡ് കോട്ട് എന്ന് പറയുന്നത്. അതിൽ ഫാദറിന് യാതൊരു റോളും ഇല്ല.
മനസ്സിലായോ? ദീസ് ടിഷ്യൂ ഏത് ഈ സീഡ് കോട്ട് അല്ലെങ്കിൽ ഓവ്യൂൾസിന്റെ ഇന്റഗ്യൂമെന്റ്സ് ടിഷ്യൂസ് ആർ ഡിപ്ലോയിഡ് മെറ്റേണൽ സ്പോറോഫൈറ്റിക് ടിഷ്യൂസ്. ഇത് മെറ്റേണൽ ആണ്, അമ്മയുടെ ടിഷ്യൂ ആണ്. മനസ്സിലായോ? എംബ്രിയോന്റെ അല്ല, ഡയറക്ട്ലി ഫ്രം അമ്മയാണ്. നോട്ട് പാർട്ട് ഓഫ് ദ എംബ്രിയോ, നോട്ട് പാർട്ട് ഓഫ് ദ എംബ്രിയോ. അതാണ് ഈ സീഡ് കോട്ടിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നോക്കടാ, ഇതാണ് എംബ്രിയോ, ഇതാണ് എംബ്രിയോ. ഈ എംബ്രിയോന്റെ സീഡ് കോട്ട് എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാണ്? ഫീമെയിലിൽ, അമ്മയിൽ നിന്നും വരുന്നതാണ്. അപ്പൊ ഈ സീഡ് കോട്ടിന്റെ കളർ എന്ന് പറയുന്നത് അമ്മയുടെ സീഡ് കോട്ടിന്റെ സെയിം കളർ ആയിരിക്കും. അതായത് ആരെയാണ് നമ്മൾ എടുക്കുന്നത്? ബ്രൗൺ ആയിട്ടുള്ള അമ്മേനെ അല്ലേടാ നമ്മൾ എടുക്കുന്നത്? ബ്രൗൺ ആയിട്ടുള്ള അമ്മയെയാണ് നമ്മൾ എടുക്കുന്നത്, ശരിയല്ലേ? സോ ഈ ബ്രൗൺ തന്നെയായിരിക്കും ആരുടെ കളർ എന്ന് പറയുന്നത്? സീഡ് കളർ എന്ന് പറയുന്നത്, ശരിയല്ലേ? ഇനി എംബ്രിയോയുടെ ജീനോടൈപ്പ് എന്ന് ചോദിച്ചാൽ എന്താണ്? ക്യാപിറ്റൽ W സ്മോൾ w ആണ്. എംബ്രിയോയുടേതല്ല ആര്? സീഡ് കോട്ട് എന്ന് പറയുന്നത്. അത് മെറ്റേണൽ ആയിട്ടുള്ള ഒവ്യൂളിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതാണ്. സോ മെറ്റേണൽ ടിഷ്യൂ ആണ് സീഡ് കോട്ട് എന്ന് പറയുന്നത്, ആരതല്ല? എംബ്രിയോയുടെ ടിഷ്യൂ അല്ല. അപ്പം ഇയാളുടെ ക്യാപിറ്റൽ W എന്ന് പറയുന്നത് ഇവിടെ ഇറെലവന്റ് ആണ്. മനസ്സിലായോ? സീഡ് കോട്ട് എന്ന് പറയുന്നത് എംബ്രിയോയുടെ ടിഷ്യൂ അല്ല. അപ്പൊ ഇയാളുടെ ജീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്യോ? നമുക്ക് ഒരിക്കലും ആ സീഡ് കളർ ഇയാളുടെ ജീനോടൈപ്പുമായിട്ട് ഡയറക്ട്ലി ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റൂല. അതാണ് ഇവിടുത്തെ ക്യാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കുട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? അമ്മയുടെ അതേ ഫീനോടൈപ്പ് ആയിരിക്കും, ബ്രൗൺ ആയിട്ടുള്ള കുട്ടിയായിരിക്കും, ബ്രൗൺ ആയിട്ടുള്ള ആളായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അപ്പൊ ബോട്ടണിയുടെ എലിമെന്റും കൂടെ മിക്സ് ചെയ്തതാണ്. സോ സീഡ്സ് വിൽ ബി ബ്രൗൺ സീഡ്സ് വിത്ത് ക്യാപിറ്റൽ W സ്മോൾ w എംബ്രിയോ. എന്തൊരു കൗണ്ടർ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാ നോക്ക്. അപ്പൊ ഇതുപോലെ സൂപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മളെ തലവേദനയാക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇനി ഓർഗാനിസംസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈല ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്, അസീലോമേറ്റ് ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. ട്രിപ്ലോബ്ലാസ്റ്റിക് ആവണം, അസീലോമേറ്റ് ആവണം, അസീലോമേറ്റ് ആവണം ആൻഡ് ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്ന ആളുകളായിരിക്കണം. സോ അത് എന്ത് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് വരുന്നത്? പ്ലാറ്റി ഹെൽമിന്തസിലാണ് വരുന്നത്, ശരിയല്ലേ? യെസ്. അപ്പം അസീലോമേറ്റ് ആണ്, ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്ന ആളാണ് പ്ലാറ്റി ഹെൽമിന്തസ്. ഇത് മൂന്നും കമ്പൈൻഡ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി പ്ലാറ്റി ഹെൽമിന്തസ്. ക്ലിയർ ആണല്ലോ? നമ്മുടെ ബോട്ടണിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് ബയോംസ്, ദാറ്റ് ഈസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, തുന്ദ്ര, ഡെസേർട്ട് ആൻഡ് കോസ്റ്റൽ സോൺ. Choose the most probably descending order of net primary productivity of the biomes. അപ്പൊ ഇതില് നമുക്ക് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോംസ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന ബയോംസിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെ ഡിസെൻഡിങ് ഓർഡർ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് ഈ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? അപ്പൊ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതിന് മുൻപ് എന്താണ് GPEP എന്ന് പറയണം. GPP അതായത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഈ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഫോട്ടോസിന്തസിസ്, അതായത് ഫോട്ടോസിന്തസിന്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിന് പറയുന്ന പേരാണ് എന്താ? നമ്മുടെ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഈ NPP എന്ന് പറയുന്നത്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അത് നമുക്കൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്, അതായത് GPP മൈനസ് R അല്ലെ? എന്താണ് ഈ മൈനസ് R എന്ന് പറയുന്നത്? NPP എന്ന് പറയുന്നത് GPPയിൽ നിന്നും റെസ്പിറേഷന്റെ ലോസ് ചെയ്താൽ, അല്ലെങ്കിൽ GPPയിൽ നിന്നും റെസ്പിറേഷൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്താ? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്? ഫസ്റ്റ് വൺ, ഒരു ഫോറസ്റ്റ് തന്നിട്ടുണ്ട്, അതായത് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തുന്ദ്ര റീജിയൻസ് ആണ് തന്നിട്ടുള്ളത്. മൂന്നാമതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഡെസേർട്ട് ആണ്, ഈ മരുഭൂമി. ദെൻ ലാസ്റ്റ് വൺ കോസ്റ്റൽ സോൺ. അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ 4 എണ്ണത്തില്
നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ അവിടെ NPP അല്ലെങ്കിൽ GPP പ്രൊഡക്ടിവിറ്റി കൂടുന്നതിൽ ഏതായിരിക്കും ഉണ്ടാവുക? ഫോറസ്റ്റ് ആയിരിക്കും അല്ലേ? അത് കാരണം പ്ലാന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ ഫോട്ടോസിന്തസിസ് വഴി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന GPP കൂടുതൽ ഫസ്റ്റ് പൊസിഷൻ ആർക്കായിരിക്കും? ഫോറസ്റ്റിനായിരിക്കും ഉണ്ടാവുക. ഇനി ഫോറസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്നത് തുന്ദ്ര ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, കോസ്റ്റൽ സോൺ ഉണ്ട്. അപ്പൊ ഇതില് മൂന്നെണ്ണത്തില് പിന്നീട് സാധ്യത വരുന്നത് ഏതിലാണ്? കോസ്റ്റൽ സോൺസിലാണ്. കാരണം അവിടെയും എന്ത് വരുന്നുണ്ട്? പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട് അക്വാട്ടിക്കിലൊക്കെ വരുന്ന സമയത്ത്. സോ സെക്കൻഡ് ചാൻസ് അവിടെ വരുന്നത് കോസ്റ്റൽ സോണിനാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് തുന്ദ്ര റീജിയൻസ് ആണ് തേർഡ് പൊസിഷനിലേക്ക് വരുന്നത്. ലാസ്റ്റ് വണ്ണാണ് എന്ത് വരുന്നത്? ഡെസേർട്ട് അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഓരോന്നിന്റെയും GPP അതുപോലെ തന്നെ NPP, റെസ്പിറേറ്ററി ലോസ് എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതാ വരുന്നത്? ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് കോസ്റ്റൽ സോൺ കഴിഞ്ഞിട്ട് തുന്ദ്ര കഴിഞ്ഞിട്ട് വരുന്നത് ഡെസേർട്ട്. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി പോവാം, കാരണം ഓരോന്നിനും ഓരോ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. റെയിൻ ഫോറസ്റ്റിന് P എന്ന് പറയുന്ന സിമ്പിൾ ആണ്, തുന്ദ്ര Q എന്ന് പറയുന്നത്, ഡെസേർട്ടിന് R, കോസ്റ്റൽ സോണിന് S. അപ്പൊ ഫസ്റ്റ് വരുന്ന ആള് P, അതായത് P ആയിരിക്കും ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള NPP വരുന്നത് P യിലായിരിക്കും. P കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് ഇത് നമ്മുടെ S എന്ന് പറയുന്നത്. S കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ Q ആണ്. ലാസ്റ്റ് R വരുന്നത്. അപ്പൊ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം വരുന്ന 3 എണ്ണം ഉണ്ട്, അതായത് R 3 പ്രാവശ്യമാണ് ലാസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ D എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാം. ഇനി ഫസ്റ്റ് P വരുന്ന 2 എണ്ണം ഉണ്ട്, അപ്പൊ B നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്നും കട്ട് ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് വരുന്നത് Q ആണോ അല്ലെങ്കിൽ S ആണോ നോക്കിയാൽ മതി. Q ആണോ S ആണോ എന്നുള്ളത്. അപ്പൊ P എന്ന് പറയുന്നത് ഇവിടുത്തെ റെയിൻ ഫോറസ്റ്റ് ആണ്. ദെൻ S എന്ന് പറയുന്ന സിമ്പിൾ ചെയ്തിട്ടുള്ളത് ഏതാണ്? നമ്മുടെ കോസ്റ്റൽ സോൺ ആണ്. പിന്നെ വരുന്നതാണ് തുന്ദ്ര റീജിയൻസ്. ലാസ്റ്റ് വൺ ഈസ് അവർ ഡെസേർട്ട്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. അപ്പൊ ഇതിന്റെ പ്ലാന്റ്സിന്റെ കാര്യം ഓർത്ത് വെക്കുക, അതിന്റെ പ്രൊഡക്ഷൻസിന്റെ കാര്യം ഓർത്ത് വെക്കുക. ദെൻ അത് ആ ഒരു സീക്വൻസ് ആയിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി അതുപോലെ തന്നെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരും. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. Let x be the perpendicular distance from the centromere of each chromosome to the equatorial plane of human cell. Which of the following stages of the cell cycle is most likely to have the highest average value of x? അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം x എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. എങ്ങനെയുള്ള ഡിസ്റ്റൻസ്? അതായത് നമ്മുടെ ക്രോമസോം ഉണ്ട് ഇവിടെ, ജസ്റ്റ് വലുതാക്കി വരയ്ക്കാം, നമുക്ക് ചെറുതാക്കി അടുത്തൊരു പിക്ചർ ഞാൻ വരച്ചു തരാം. ഇത് പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക. ഈ സെല്ലിൽ വലുതാക്കി ക്രോമസോം വരച്ചതാണ്. ഇതാണ് ഇതിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് വിചാരിക്കാം. അപ്പം ഈ ഒരു സെൻട്രോമിയറിൽ നിന്ന് ഇക്വറ്റോറിയൽ പ്ലെയിനിലേക്കുള്ള ഇതിന്റെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ് എന്ന് പറയുന്ന സിമ്പിൾ ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് 4 ഫേസസ് ആണ് ഇവർ തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഫേസ് ഏതാ തന്നിട്ടുള്ളത്? മെറ്റാഫേസ്. നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ഫേസ് ആണ് നമ്മുടെ മെറ്റാഫേസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തതാണ് ഏർലി അനാഫേസ്, ഏർലി ആയിട്ടുള്ള അനാഫേസ്. ദെൻ മൂന്നാമത് തന്നിട്ടുള്ളത് ലേറ്റ് അനാഫേസ്. ദെൻ ലാസ്റ്റ് വൺ ഏർലി മെറ്റാഫേസ്. ഈ 4 ഓപ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ജസ്റ്റ് ഈ സെല്ലിന്റെ പിക്ചർ മാത്രമായിട്ട് വായിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ സ്റ്റേജ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ എന്താ ഈ മെറ്റാഫേസിന്റെ പ്രത്യേകത? നമ്മൾ എപ്പോഴും മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താ? അതായത് ഇവിടെ സെൻട്രലിന്റെ അവിടെ
ഇങ്ങനെ ക്രോമസോംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫേസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത്, അതായത് എക്സാമിനൊക്കെ എപ്പോഴും പഠിച്ച് നമുക്ക് ആ മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്നത് എന്താ, മെറ്റാസെൻട്രിക് പ്ലേറ്റിൽ ഇങ്ങനെ ക്രോമസോംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കിടക്കുന്നത്. ദെൻ അനാഫേസ് എന്ന് പറയുമ്പോഴോ, അനാഫേസ് എന്ന് പറയുമ്പോൾ ഒരു സെല്ല് ഉണ്ടാവും, പക്ഷെ സെല്ലിന്റെ 2 പോളിലേക്ക് ഈ സെൻട്രലിൽ നിന്നിരുന്ന ക്രോമസോംസ് ഓപ്പോസിറ്റ് പോളിലേക്ക് പോയിട്ടുള്ളതായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിൽ ഇമേജ് ആയിട്ട് കിടക്കാം. അപ്പൊ ഇത് മെറ്റാഫേസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ വരച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മെറ്റാഫേസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അനാഫേസ് എന്ന് പറയുന്നത് അല്ലേ. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ലേ, അതായത് സെൻട്രോമറിൽ നിന്ന് ഇക്വറ്റോറിയത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ഏതിലാണ് കൂടാന്നുള്ളത്. ഈ മെറ്റാഫേസിലേക്ക് വരിക. മെറ്റാഫേസിന്റെ സെൻട്രോമിയർ ആട്ടോ ഞാൻ ഈ വരയ്ക്കുന്ന റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അനാഫേസിൽ ഞാൻ അതേപോലെ തന്നെ റെഡിൽ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ വരച്ചിട്ടുള്ള മെറ്റാഫേസിൽ സെൻട്രോമിയറിൽ നിന്ന് ഇക്വറ്റോറിയത്തിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ്, ഡിസ്റ്റൻസ് ഉണ്ടോ? നമുക്ക് ഏകദേശം സെന്റർ ആയതുകൊണ്ട് വലിയ ഡിസ്റ്റൻസ് ഒന്നും നമുക്ക് അവിടെ എക്സിന് പറയാനില്ല എന്നുള്ള രീതിയിലേക്ക് പറയാം. പക്ഷെ ഇത് ഏർലി മെറ്റാഫേസ് ആണെങ്കിൽ, അതായത് മെറ്റാഫേസ് കംപ്ലീറ്റ് ആയിട്ടില്ല, മെറ്റാഫേസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ക്രോമസോംസ് ഇവിടേക്ക് ഇങ്ങനെ നിന്ന് സെന്ററിലേക്ക് എത്താൻ പോവുകയാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ. അപ്പം മെറ്റാഫേസിൽ എത്തുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് കണക്കാക്കാം. ഏർലി മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ അത്ര വലിയ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇനി ഏർലി അനാഫേസ് എന്ന് പറയുമ്പോൾ ഈ മെറ്റാഫേസ് ഇവിടെ ഇങ്ങനെ സെപ്പറേഷൻ, അതായത് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്ത് പുൾ ചെയ്യാൻ തുടങ്ങുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ്, അതായത് സെപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫേസ് ആണ് എന്ന് പറയുന്നത് ഏർലി ആയിട്ടുള്ള അനാഫേസ് എന്ന് പറയുന്നത്. അപ്പോഴും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് വരിക ചെയ്യുക. അതായത് സെൻട്രോമറിൽ നിന്ന് ഇക്വറ്റോറിയത്തിലേക്കുള്ള ആ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ എക്സിന്റെ മാക്സിമം വാല്യൂ ഉണ്ടാവുന്നത്, എക്സിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ലേറ്റ് അനാഫേസിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ക്ലിയർ ആയോ? മെറ്റാഫേസിലല്ല, ഏർലി മെറ്റാഫേസിലല്ല, ഏർലി അനാഫേസിലല്ല, ലേറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ലേറ്റ് അനാഫേസിലാണ് മാക്സിമം എന്തുണ്ടാവുന്നത്, ആവറേജ് വാല്യൂ ഓഫ് എക്സ് ഉണ്ടാകുന്നത്. അപ്പം ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി ആണ് ലേറ്റ് അനാഫേസ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ബോട്ടണിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇത് മൊത്തം അറിയണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും 1 or 2 നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുള്ളതാണ്. ഇവിടെ എന്താ തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. മാച്ച് ദ ഫീച്ചേഴ്സ് ഓഫ് എ പ്ലാന്റ് സെൽ ലിസ്റ്റഡ് ഇൻ കോളം 1 വിത്ത് ദെയർ കറസ്പോണ്ടിങ് എക്സാമ്പിൾസ് ഇൻ കോളം 2. അതായത് നമുക്ക് പ്ലാന്റ്സിന്റെ സെൽസിന്റെ കാര്യമാണ് തന്നിട്ടുള്ളത്, അത് വെച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്യാം. സോ കോളം 1 നമുക്ക് ആദ്യം വായിച്ചു നോക്കാം എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന്. ഫസ്റ്റ് വൺ, സെൽ വിത്ത് സൈറ്റോപ്ലാസം ആൻഡ് നോ ന്യൂക്ലിയസ്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ആണ് പറയുന്നത്, സെല്ലിന് സൈറ്റോപ്ലാസം ഉണ്ട് പക്ഷെ എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല. രണ്ടാമത്തത്, സെൽ ലാക്കിംഗ് ബോത്ത് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഇവിടെ സെല്ലുണ്ട് പക്ഷെ അതിന് സൈറ്റോപ്ലാസം ഇല്ല, ന്യൂക്ലിയസ് ഇല്ല. മക്കളെ, ഇങ്ങനെ ഈ സെല്ലിന് സൈറ്റോപ്ലാസും ഇല്ല ന്യൂക്ലിയസും ഇല്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സെൽ അവിടെ എന്താണ്, ഡെഡ് ആണ് എന്നുള്ള കാര്യമാണ്. ഓക്കെ. മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത്, സെൽ കണ്ടെയ്നിങ് മോർ ദാൻ 2 ന്യൂക്ലിയൈ. സെൽ ഉണ്ട് പക്ഷെ ഒരു ന്യൂക്ലിയസിന് പകരം മോർ ദാൻ 2 ന്യൂക്ലിയൈ ആണ് അവിടെ തന്നിട്ടുള്ളത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്, ഹാപ്ലോയിഡ് സെൽ പ്രൊഡ്യൂസ്ഡ് ബൈ മൈറ്റോസിസ്. അതായത് ഒരു ഹാപ്ലോയിഡ് സെല്ലാണ്, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, ബൈ മൈറ്റോസിസ്. ഇനി എന്തൊക്കെയാണ് നമുക്ക് കോളം 2 തന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പോളൻ ഗ്രെയിൻ ആണ്. സെക്കൻഡ് വൺ സൈനോജിഡ്സ് തന്നിട്ടുണ്ട്. ദെൻ ട്രക്കീഡ്സ് തന്നിട്ടുണ്ട്, ടപ്പീറ്റം തന്നിട്ടുണ്ട്, സീവ് ട്യൂബ് തന്നിട്ടുണ്ട്, ഫ്ലോയം കമ്പാനിയൻ സെൽസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് മാച്ച് ദ ഫോളോയിങ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് അറിയുന്ന ഒരു കാര്യം എന്താന്ന് നോക്കാം.
സെൽ കണ്ടെയ്നിങ് മോർ ദാൻ 2 ന്യൂക്ലിയൈ. പോളൻ ഗ്രെയിൻസിന് മോർ ദാൻ 2 ന്യൂക്ലിയസ് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. സൈനർജിഡ്സിന് എന്തായാലും 2 ന്യൂക്ലിയൈ ഇല്ല. ട്രക്കീഡ്സിനോ? ട്രക്കീഡ്സിന് ഇല്ല. ടപ്പീറ്റത്തിനുണ്ടോ? യെസ്, ടപ്പീറ്റം. എന്താണ് ഈ ടപ്പീറ്റം എന്ന് പറയുന്നത്? സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാൻഷിയം പഠിക്കുന്ന സമയത്ത് മൈക്രോസ്പൊറാൻഷിയത്തിന് 4 വാൾ ലെയേഴ്സ് ഉണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? 4 വാൾ ലെയേഴ്സ് ആണുള്ളത്. ആ 4 വാൾ ലെയേഴ്സിലെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള വാൾ ലെയർ ആണ് നമ്മുടെ ടപ്പീറ്റം എന്ന് പറയുന്നത് അല്ലേ? ആ ടപ്പീറ്റത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് അന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിന്റെ പ്രത്യേകതയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം, ടപ്പീറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രത്യേകത പഠിച്ചിട്ടുണ്ടാവുക അത് ഇന്നമോസ്റ്റ് ലെയർ ആയിരിക്കും അല്ലെങ്കിൽ ഇന്നമോസ്റ്റ് ആയിട്ടുള്ള പാർട്ടായിരിക്കും. അതുപോലെ തന്നെ അത് നറിഷ്മെന്റിന് സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ അതിന്റെ ഒരു സ്ട്രക്ചർ വൈസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ടപ്പീറ്റം എന്ന് പറയുന്നതിൽ സെൽസില് മോർ ദാൻ 2 ന്യൂക്ലിയൈ ഉണ്ട്. പഠിച്ചിട്ടില്ലേ? ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് NCERT നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ടപ്പീറ്റത്തിന്റെ സെല്ലില് മോർ ദാൻ 2 ന്യൂക്ലിയൈ ഉണ്ട് എന്നുള്ള കേസ്. അപ്പൊ നമുക്ക് 1 കിട്ടിയല്ലോ. അതായത് ക്വസ്റ്റ്യനില് നമുക്ക് 1 കിട്ടി. എന്താ കിട്ടിയിട്ടുള്ളത്? സെൽസ് കണ്ടെയ്നിങ് മോർ ദാൻ 2 ന്യൂക്ലിയൈ. അപ്പൊ മൂന്നാമത്തത് നേരെ പോകുന്നത് എവിടേക്കാണ്? ടപ്പീറ്റത്തിലേക്കാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. 3 എന്ന് പറയുന്നത് എസ്സിലേക്ക് വരുന്ന ഓപ്ഷൻ. 3S. യെസ് 3S. അപ്പൊ നമുക്ക് അവിടെ രക്ഷയില്ല. കാരണം എന്താ? 3 സ്റ്റേറ്റ്മെന്റ്സിലും 3S തന്നെയാണുള്ളത്. പക്ഷെ നമുക്ക് അവിടെ ആരെ ഒഴിവാക്കാം? സി എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇനി എയും ബിയും ഡി ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി താഴത്തേക്ക് വരെ വേറെ എന്തെങ്കിലും നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ നോക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ? യെസ്, ഹാപ്ലോയിഡ് സെൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈറ്റോസിസ്. 4ാമത്തെ ഓപ്ഷൻ ആണ് ഹാപ്ലോയിഡ് സെൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈറ്റോസിസ് എന്നുള്ളത്. അപ്പൊ മൈറ്റോസിസ് വഴി നമുക്ക് പോളൻ ഗ്രെയിൻസ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് അതിന്റെ പ്ലോയിഡി ഹാപ്ലോയിഡ് ആണോ? അല്ല. അപ്പൊ നമുക്ക് അത് അവിടെ ഒഴിവാക്കാം. ദെൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏതിലേക്ക് പോവാം? സൈനർജിഡ്സിലേക്ക് പോവാം. കാരണം വേറെ ഒന്നിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതെന്താ? ഹാപ്ലോയിഡ് സെൽ പ്രൊഡ്യൂസ്ഡ് ബൈ മൈറ്റോസിസ് ആണ്. അപ്പൊ നമുക്ക് 4ാമത്തതിന്റെ ആൻസർ കിട്ടി. 4 എന്ന് പറയുന്നത് ക്യൂ ആണ്. ഇനി അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 4 ക്യൂ വരുന്നേ. അപ്പോഴും നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ബിയും ഡിയും. നമുക്ക് എ ക്യാൻസൽ ചെയ്യാം, സി ക്യാൻസൽ ചെയ്യാം. ഇനി നമ്മുടെ കയ്യിലുള്ളത് ബിയും ഡിയുമാണ്. അപ്പൊ ബിയും ഡി ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഫസ്റ്റ് വൺ, സെൽസ് വിത്ത് സൈറ്റോപ്ലാസം ആൻഡ് നോ ന്യൂക്ലിയസ്. അതായത് ഈ ഒരു കേസിൽ സെല്ലിന് എന്തുണ്ട്? സെല്ലിന് ഇങ്ങനെ സൈറ്റോപ്ലാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യില്ല? ആ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന ന്യൂക്ലിയസ് അവിടെ ഇല്ല. അപ്പൊ ന്യൂക്ലിയസ് ഇല്ലാത്ത സൈറ്റോപ്ലാസം മാത്രമുള്ള ഒരു ആളാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് ഇപ്പുറത്ത് കണ്ടെത്തേണ്ടത്. അത് ട്രക്കീഡ് ആണോ അല്ലെങ്കിൽ മെച്ചുർ ആയിട്ടുള്ള സീവ് ട്യൂബ് ആണോ? യെസ്, മെച്ചുർ ആയിട്ടുള്ള സീവ് ട്യൂബ് ആണ് വരുന്നത് അല്ലെ? അതായത് മെച്ചുർ ആയിട്ടുള്ള സീവ് ട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അതിന് സെല്ല് സൈറ്റോപ്ലാസം ഉണ്ട്, പക്ഷെ അവിടെ എന്തില്ല? ലാക്ക് ന്യൂക്ലിയസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ 2ാമത്തെ ഓപ്ഷൻ എന്താ? ദ സെൽ ലാക്കിംഗ് ബോത്ത് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. അതായത് ഡെഡ് ആയിട്ടുള്ള സെല്ല് വരുന്നത് ഏതാണ്? ട്രക്കീഡ് ആണ് വരുന്നത് അല്ലെ? അതായത് അവിടെ ട്രക്കീഡ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് സെൽ ആണ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പം ന്യൂക്ലിയസ് ഇല്ലാത്തത് സീവ് ട്യൂബിനും അതുപോലെ തന്നെ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഇല്ലാത്ത ഡെഡ് ആയിട്ടുള്ള സെൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? ട്രക്കീഡും ആയിരിക്കും. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് നമുക്ക് ഏതാ പറയാം? ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് 1 എന്ന് പറയുന്നത് സെൽ വിത്ത് സൈറ്റോപ്ലാസം ആൻഡ് നോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? ടി എന്ന് പറയുന്ന ഓപ്ഷനിലാണ് വരുന്നത് അല്ലെ? അപ്പം 1 ടി ആണ്. ദെൻ 2ാമത്തത് സെൽസ് ലാക്കിംഗ് ബോത്ത് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 6 ആണ് അല്ലെ? 2ാമത്തത് 6 എന്ന് പറയുന്നതാണ്. 3ഉം 4ഉം നമ്മൾ എഴുതി വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാലോ. അപ്പൊ 3ാമത്തത് സെൽ കണ്ടെയ്നിങ് മോർ ദാൻ 2 ന്യൂക്ലിയൈ. നമ്മൾ ടപ്പീറ്റം ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ടപ്പീറ്റത്തിന്റെ എത്രയാണ്? എസ് ആണ് വരുന്നത്. 3S ആണ് വരുന്നത്. ദെൻ 4 എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് സെൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈറ്റോസിസ് ആണ്. അപ്പൊ 4 എന്ന് പറയുന്നത് നമ്മുടെ സിനർജിഡ്സ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ക്യൂ. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ മാച്ച് ചെയ്തിട്ടുള്ള കറക്റ്റ് ആൻസർ ഇങ്ങനത്തെ IT 1 IT, അതായത് 1ാമത്തെ എന്ന് പറയുന്നത് ടി ആയിരിക്കും. 2 6 3 S 4 Q. ആ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. യെസ്, അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടല്ലോ. 1 T
2R 3S 4Q. യെസ്, ഓപ്ഷൻ ബി ആണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ അനാട്ടമി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ആ ഒരു ചാപ്റ്ററുമായിട്ടും ഇന്റഗ്രേഷൻ വരുന്നുണ്ട്. കാരണം പോളൻ ഗ്രെയിൻസ്, സൈനർജിഡ്സ്, അതിന്റെ പ്ലോയിഡി, അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നന്നായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മളുടെ 2022 വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ, ഈ ഒരു പേപ്പറിന്റെ അനാലിസിസിന്റെ പാർട്ടും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന്റെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നത്, അതിന്റെ എന്ത് ഇൻസൈറ്റുകളാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മൊത്തത്തിലൊരു അനാലിസിസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റബോളിക് പാത്വേസ് നമ്മളെ അതിന്റെ സീക്വൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഗ്ലൈക്കോളിസിന്റെ ഒക്കെ സ്റ്റെപ്പ്, ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് ലിങ്ക് റിയാക്ഷൻ കഴിഞ്ഞിട്ട് ക്രെബ്സ് സൈക്കിള്, അതിന്റെ സ്റ്റെപ്പ് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിക്കുമ്പോഴും സെല്ലുലാർ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് പഠിക്കുമ്പോഴും മെറ്റബോളിക് പാത്വേ എവിടെ എങ്ങനെയൊക്കെയാണ് കണക്റ്റഡ് ആവുന്നത് എന്നുള്ളതിന്റെ ഒരു ഓവറോൾ ഐഡിയ നമ്മൾ പഠിക്കണം. ആൻഡ് ഇതിന്റെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത 2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനും സെല്ലുലാർ കമ്പാർട്ട്മെന്റും എൻസൈംസും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഈ മെറ്റബോളിക് പാത്വേസ് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ഇനി ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇൻ ജെനറ്റിക്സ് ചോദിച്ചു അല്ലെ. ബോട്ടണിയിലുള്ള ആളുകൾക്ക് ജെനറ്റിക്സിലേക്ക് അത് മിക്സ് ചെയ്തിട്ട് ഒരു കിടിലൻ ചോദ്യം ഉണ്ടായിരുന്നു. സോ അതുപോലെയുള്ള ഹൈ ക്വാളിറ്റി ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു പേപ്പറിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. സോ ഈവൻ ബോട്ടണിയും സുവോളജിയും വരെ മിക്സ് ആക്കി കളയുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ PCR-ഉം ജെൽ ഇലക്ട്രോഫോറസിസും അടങ്ങുന്ന ബയോടെക്നോളജിയിലെ ലാബ് ടെക്നിക്സ് വരുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് കാണാൻ പറ്റി. അപ്പൊ ഏതൊരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങളുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ബയോളജി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ റിസർച്ചിൽ ഇൻവോൾവ് ആയിട്ടുള്ള ടെക്നിക്സ് വരുന്ന ചാപ്റ്ററാണ് ബയോടെക്നോളജി. അപ്പം ഡെഫിനറ്റ്ലി ബയോടെക്നോളജി ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പം ഈ ഒരു ചോദ്യ പേപ്പർ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള പേപ്പർ തന്നെയായിരുന്നു. അപ്പൊ ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിക്കുക. മെറ്റബോളിക് പാത്വേസ് ഒക്കെ ഇൻവോൾവ് ആവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിസിപ്ലിനിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, ഒരുമിച്ച് വരുന്ന കമ്പൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ആൻഡ് ബയോടെക്നോളജിയിൽ നിന്ന് വരുന്ന അടിപൊളി ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക. അത് മാത്രം പോരാ, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് 20 അഡീഷണൽ മോക്ക് ടെസ്റ്റും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾക്ക് വാല്യൂബിൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, അതുപോലെയുള്ള ആളുകൾക്ക്, സ്കൂളിലുള്ള ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒന്നുമല്ല, അപ്പൊ നമ്മളൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് തരുന്നത് എങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? അതൊരു റിസർച്ച് കമ്മ്യൂണിറ്റിയിലേക്ക്, നാളത്തെ കേരളത്തിൽ നിന്നുള്ള സയന്റിസ്റ്റ് ആവാൻ പോകുന്ന ആളുകളിലേക്ക് ഈ ഒരു വാല്യൂ എത്തണം. അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ചോദിക്കുന്നത്. സോ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു PYQ സീരീസ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരിലേക്കും എത്തി പ്രോപ്പർ ആയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് ഈ വർഷത്തെ ഐസർ ക്രാക്ക് ചെയ്യാൻ തന്നെ പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്തു നോക്കിയാൽ മതി. ഇത് എക്സാം പോലെ തന്നെ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അഡീഷണൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ തന്നെയാണ്. സോ നമുക്ക് അടുത്ത ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഒരു ഐസറിൽ കാണാൻ പറ്റട്ടെ എന്നുള്ള ഒരു ആശംസയോട് കൂടിയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.